ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഞാൻ ഒരു എന്താ പറയുക കാൽനട യാത്രക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ കയറി വെള്ളം കുടിക്കാനായിട്ട് കയറിയതാട്ടോ. അപ്പം അത്ര കഴിവുള്ള ആൾക്കാരൊന്നല്ല, പാവപ്പെട്ട ആൾക്കാരെ തന്നെയാണ് കേട്ടോ. അപ്പം അവിടെ എന്നിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ സ്വഭാവം ഉണ്ട്. എവിടെയെങ്കിലും ഒന്ന് കയറി ഇരുന്നാണ്ട് വർത്താനം പറയുക എന്നുള്ള ആ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ പറഞ്ഞ താത്ത പറയാണ്, ആ താത്താക്ക് എത്ര 5-6 മക്കളുണ്ട് അത്ര. അപ്പം അതിൻ്റെ ഭർത്താവിനാണെങ്കിൽ ഈ കൂലിപ്പണി ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആളുടെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയും എന്തെങ്കിലും പണിക്കൊക്കെ ആളുടെ കൂടെ പോയിരുന്നു എന്ന് പറയണേ. പോയിരുന്നു അങ്ങനെ സ്ഥിരമായിട്ടൊന്നും പോവില്ല, ആളുടെ കൂടെ വല്ല ചെറിയ പണികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ പോവുമായിരുന്നു എന്ന് പറയണേ. അപ്പം അന്നൊക്കെ പിന്നെ ഭർത്താവ് മാത്രം കൊടുന്നാലും ചിലപ്പോൾ ഭർത്താവിന് പണിയില്ലാത്തപ്പോൾ താത്ത മാത്രം പോവും. അപ്പോൾ താത്ത മാത്രം പോയാലും ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ 3 ദിവസം 4 ദിവസം പണി ഉണ്ടായാൽ മതിയിരുന്നു മോളെ. 6-7 ആൾക്കാർക്ക് ഭർത്താവിൻ്റെ ഉമ്മ ഇപ്പൊക്കെ ഉണ്ടായിരുന്നു പറയാൻ. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ജീവിക്കാൻ നമുക്ക് മാസത്തിലൊരു 3 ദിവസം 4 ദിവസം പണിക്ക് പോയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് അന്നൊന്നും ദാരിദ്ര്യം വിഷമം ഒന്നും അന്ന് തോന്നിയിരുന്നില്ല. പിന്നെ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവില്ല, അടവിനൊക്കെ കൊടുത്ത അങ്ങനത്തെ ആൾക്കാരിൽ നിന്നാണ് പാത്രങ്ങളൊക്കെ വാങ്ങുക. പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങി തുണിക്കാഴേക്കെന്നാണ് വാങ്ങുക, തുണി അടവിന് വരുന്ന ആൾക്കാരിൽ നിന്നാണ് വാങ്ങുക. അതേപോലെ മീൻ വാങ്ങുകയാണെങ്കിലും മീൻകാരൻ നമ്മളെ പഠിക്കൊക്കെ കൊടുന്നെങ്കിൽ തന്നെ നമുക്ക് മീൻ വാങ്ങുള്ളായിരുന്നു. അതേപോലെ തന്നെ എന്ത് സാധനങ്ങളായാലും വീട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവരുന്ന ആൾക്കാർ. അപ്പം ഞാനിങ്ങനെ ഓർഡർ അനുസരിച്ച് വീട്ടുകളിൽ കൊടുക്കാനാണല്ലോ പോണത്. അപ്പം അത് കാരണം അങ്ങനെ അതിലേക്ക് പറഞ്ഞ് അവിടേക്ക് വന്നത് അതുകൊണ്ടാട്ടാ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഇരുന്ന് വാങ്ങിയിരുന്നത്. അതുകൊണ്ട് എന്താ, നമ്മുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ സാധനങ്ങളും ഉണ്ടാവും. നമുക്കൊരു ദാരിദ്ര്യമൊന്നും അന്ന് തോന്നിയിരുന്നില്ല. മക്കളെ നോക്കാനായാലും അന്നൊന്നും അത്ര വിഷമം തോന്നിയിരുന്നില്ല. പിന്നെ മാസത്തിൽ 5 ദിവസം 6 ദിവസം 8 മണിക്ക് പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപ്പയൊക്കെ മരിച്ചുപോയി. പിന്നെ മാപ്പിളക്ക് പണിയെടുക്കാനും വയ്യാണ്ടായി, എനിക്കും പോകാൻ വയ്യാതായി. ഇപ്പോൾ മക്കളൊക്കെ എല്ലാവരും പണിയെടുത്ത് കൊണ്ടിട്ടുണ്ട്. അവരുടെ മരുക്കളും ജോലിക്ക് പോകുന്നുണ്ട്. 2 മാത്രമേ പോവാത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോകുന്നുണ്ട്. പിന്നെ ആൺകുട്ടികളും വരുമാനമുണ്ട്, ഒക്കെ ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 10 രൂപ എടുക്കണമെങ്കിൽ ഒരു ധർമ്മക്കാർ വിട്ടത്ത് വന്നാൽ കൊടുക്കുക, ഒരു 10 രൂപ എടുക്കാൻ ഈ വീട്ടിലുണ്ടാവില്ല. അതെന്താണ് അങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടണില്ല. അമ്മ പറയാം. അപ്പം അതിനായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു 1 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് ഞാൻ ആരെല്ലാം ഒരാൾ വർത്താനം പറയാനിട്ട് ഞാൻ അവിടെ ഇരിക്കും, ഞാൻ എൻ്റെ തന്നെ അവിടെ വറക്കും. അപ്പോൾ പിന്നെ കുറേയൊക്കെ നടക്കുമ്പോൾ ദൂരം, ചിലപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ ഇത് കൊടുക്കാനുണ്ടാവുക, ഓർഡർ ഉണ്ടാവുക. അപ്പോൾ നടന്ന് തന്നെ പോവുക, ഓട്ടോറിക്ഷയ്ക്കൊന്നും അങ്ങനെ പോയിട്ട് വേണ്ട അങ്ങനെ വരുന്നില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും 100 രൂപ നമുക്ക് കിട്ടണ ഒരു കാര്യത്തിന് നമ്മൾ 100 ഓട്ടോറിക്ഷ കൊടുത്തിട്ട് നമുക്കിപ്പോൾ കിട്ടില്ലല്ലോ, നമ്മുടെ കയ്യിലേക്ക് അത് ആ പൈസ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം നടന്ന് തന്നെ ഞാൻ പോകട്ടോ. അപ്പം അങ്ങനെ പോയപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് കയറിയിരുന്ന് വർത്താനം പറഞ്ഞാണ്. അപ്പോൾ ഒരു 10 രൂപ പോലും എടുക്കാനുണ്ടാവില്ല. ഒരു ധർമ്മക്കാർ വിട്ടത്ത് വന്നപ്പോൾ പണ്ടത്തെ പോലെ ധർമ്മക്കാരൊന്നും ഇപ്പോൾ വരുന്നില്ല. അഥവാ ഒരാൾ വന്നാൽ ഒരു 10 രൂപ എടുത്ത് കൊടുക്കാൻ ഇല്ല ഈ വീട്ടിൽ. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളത് മനസ്സിലാവണേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്.
അപ്പോൾ പിന്നെ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരയൽവാസി തന്നെ തോന്നുന്നു, ഒരു ചേട്ടൻ അധികം വന്നു, കുറച്ച് പ്രായമുള്ള ഒരാൾ അധികം വന്നിട്ടാണ്. അപ്പോൾ എന്താ പറയണത്, ഏതാ ഒരു പുതിയ ആളെ കാണാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതാത്ത പറഞ്ഞാൽ അത് വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് കയറിയതാ, റോട്ടിൽ കൂടെ പോയിരുന്നാണ് എന്ന്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പറയണം എന്താണെന്നറിയോ. അപ്പം എന്നോട് ചോദിച്ചാൽ എന്തേനെ വന്ന് ഇങ്ങടാ പോണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന പോലെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അത് പറയാനേ, ഇപ്പം ആൾക്കാരൊന്നും എന്താ പറയുക, അതിന് വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും ഇപ്പം ആരും വാങ്ങണില്ല. ആർക്കത് ഇഷ്ടമല്ല വാങ്ങാൻ. ഒരു മീനായാൽ പോലും മീൻകാരൻ്റെ നിന്ന് കൊണ്ടുവരുന്ന ആളെ നിന്ന് വാങ്ങാൻ ഇഷ്ടമില്ല. അതൊക്കെ അവർക്ക് പുറത്തൊക്കെ പോയി വാങ്ങാനാണ് ഇഷ്ടം. അതേപോലെ വലിയ മാളുകളിലും അവിടെയൊക്കെ പോയിട്ട് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ടുവരാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരാൾ കൊണ്ടുവന്നാൽ വാങ്ങുമ്പോൾ അവർ ചിലപ്പോൾ 5 രൂപ കൂടുതലായിരിക്കും വില. പക്ഷെ അത് വാങ്ങുന്നതിനൊരു അന്നൊക്കെ അതിനൊരു റഹ്മത്തുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയണ്, താത്ത പറഞ്ഞ് അത് ശരിയാണ്, ഞാനിപ്പോൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണവളോട്. നമ്മൾ ഒരാൾ 2 ആൾ പണിയെടുത്തിട്ട് 5-8 ആൾ ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 5-8 ആൾ പണിയെടുത്താലും 8 ആൾ 9 ആൾ പണിയെടുത്ത് കൊണ്ടുവന്നാലും 2 ആൾക്ക് 3 ആൾക്ക് ജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ സംഭവം ഇതാണ്. ഈ വീട്ടുമുറ്റത്ത് വരുന്നവരുടെ മനസ്സ് വേറെ ആയിരിക്കും. അതേപോലെ ആ മനസ്സായിരിക്കില്ല വലിയ വലിയ മാളുകളൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സ്. അപ്പോൾ ഈ പാത്രക്കാരായാലും പാത്രക്കാർ ഇപ്പം ഇല്ല എന്ന് തന്നെ തോന്നുന്നു. തുണിക്കാർ പിന്നെ ഉണ്ട്. പാത്രക്കാർ അതേപോലെ ഉള്ള ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാർ, അവരെയൊക്കെ തന്നെ നമ്മൾ അന്നൊക്കെ പിന്നെ സാധനങ്ങളെല്ലാം മിക്ക ആൾക്കാരും അവരെയൊക്കെ എന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നില്ലേ. അപ്പോൾ ആ വരുന്ന ആൾക്കാരുടെ മനസ്സ് ഒന്ന് വേറെ ആയിരിക്കും. അപ്പോൾ അവരെയൊക്കെ എന്തെങ്കിലും ഒരു സാധനം ഒരാൾ വാങ്ങിയാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവർ അൽഹംദുലില്ലാ എന്ന് പറയും, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. അവർ പറയാം ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐശ്വര്യം നമുക്ക് ഉണ്ടാവും. ഇതിപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതൊന്നും ഇഷ്ടമല്ല. വീട്ടിൽ നിന്നൊക്കെ ഒരാൾ കൊണ്ടുവന്ന് വാങ്ങാനൊന്നും ഇഷ്ടമല്ല, മക്കൾക്ക് ഇഷ്ടമല്ല. പറയുമ്പോൾ ഉമ്മ പറയണ മക്കൾ കണ്ട് വളർന്നുള്ളത് തന്നെ അതങ്ങനെയാണ്. നമ്മൾ ഈ കൊണ്ടുവരുന്നവരേക്കൊന്ന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് അവരൊക്കെ വളർന്നു വന്നുള്ളത്. ഞാനൊക്കെ എൻ്റെ മക്കൾക്കൊന്നും തുണിക്കടയിൽ പോയിട്ട് ഡ്രസ്സ്, സ്കൂളിൽ പോകാനായാലും പെരുന്നാളായാലും ഒക്കെ തുണിക്കടയിൽ നിന്ന് ഒന്നും പോയിട്ട് എൻ്റെ ഓർമ്മയിലൊന്നും അങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് മക്കൾക്ക് ഇടാൻ കൊടുത്ത്, മിക്കതും മറ്റുള്ളവരെ പഴയത് ഒക്കെ വാങ്ങിയിട്ടാണ് കൊണ്ടുവന്നിട്ട് കൊടുത്തിരുന്നൊക്കെ. എന്നാലൊരു പുതിയത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുണിക്കാരേക്കൊന്ന് മേടിച്ചിട്ടാണ് എൻ്റെ മക്കൾക്കൊക്കെ ഇട്ടെടുത്തത്. ആ മക്കളാണ് പറയണത് തുണിക്കാരെയൊന്നും വാങ്ങണ്ട, തുണിക്കാരേക്കൊന്നും മേടിക്കണ്ടെന്ന്. ആ മക്കളാണ് നമ്മളോട് പറയണത്. തുണിക്കാരെന്ന് വാങ്ങിയതൊന്നും ഞങ്ങളുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കണ്ടെന്നൊക്കെ. അപ്പോൾ കാലം പോയ പോക്ക് നോക്ക്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഒരു ഐശ്വര്യം ഇല്ലാത്തത് എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പലരുടെയും മനസ്സിൽ പലതും ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളൊക്കെ അന്നത്തെ ഓർമ്മകളും അന്നത്തെ ജീവിതവും അന്നത്തെ അധ്വാനവും അന്നത്തെ കഷ്ടപ്പാടുകളും എല്ലാം എല്ലാവരുടെ മനസ്സിലും ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാരോട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. പറയാൻ പറ്റില്ല. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും അന്നൊരു സമാധാനം ഉണ്ടായിരുന്നു, ഐശ്വര്യം ഉണ്ടായിരുന്നു, ബർക്കത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. അതൊക്കെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് പുതിയ ആൾക്കാരോട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് അതാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അതുകൊണ്ട് തന്നെ
അവർക്ക് എത്ര അധ്വാനിച്ചാലും എത്ര കിട്ടിയാലും അവർക്ക് ജീവിക്കാൻ തികയുന്നില്ല. പിന്നെ അവർക്ക് സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, ഐശ്വര്യം ഉണ്ടാവുന്നില്ല. അവരെ കാര്യങ്ങൾ പിന്നെ അവിടെ ബാക്കിയായിട്ട് കിടക്കുക തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അത് അതിനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇനിയിപ്പം മനസ്സിലാക്കിയാലും അങ്ങനെ പെരുമാറാൻ പറ്റുമോ? അതൊന്നും അറിയില്ല. അതൊന്നും നടക്കൂല എന്ന് തോന്നുന്നു. അത്രക്കും കാലങ്ങൾ മാറിപ്പോയി എന്ന് പറഞ്ഞു. ആൾക്കാരുടെ ചിന്താഗതികളും ആൾക്കാരുടെ ഈ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളൊക്കെ മാറി. പിന്നെ ഈ കാക്കയെ പോലെ കണ്ടറിയുന്ന ആൾക്കാരില്ല ഇപ്പോൾ. ഒക്കെ കൊക്കിനെ പോലെ കൊണ്ടാലറിയാം എന്നുള്ള ആ ഒരു ഇതിലുള്ള അങ്ങനത്തെ വളർന്നു വരുന്ന ആൾക്കാർ അങ്ങനെയാണ് ഇപ്പോൾ. അങ്ങനെയാണ്, കൊള്ളുമ്പോൾ അറിയാമെന്നുള്ളത്. കൊണ്ടാലും അറിയില്ല. അപ്പോൾ അവരെന്താ പറയുന്നത്, അപ്പോൾ അതിൻ്റെ തരം പോലെ അങ്ങോട്ട് ജീവിക്കുന്നു. അങ്ങനെയാണ്. അല്ലാതെ ഇവരേനൊന്നും നേരാക്കാൻ നോക്കിയാലൊന്നും നേരാവില്ല, പറഞ്ഞാലൊട്ട് മനസ്സിലാവില്ല. പിന്നെ ഇനി മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് അതേപോലെ ഒന്നും ജീവിക്കാനും പറ്റില്ല. കാലങ്ങളൊക്കെ ഒരുപാട് മാറിപ്പോയി. അപ്പോൾ നമ്മുടെ ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തൊക്കെ പോണത് എവിടേക്കോ ആണ്. അത് കിട്ടേണ്ടിടത്തേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ഐശ്വര്യം റഹ്മത്തൊന്നും കിട്ടുന്നിടത്തേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ വേറെ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊന്നും നമുക്ക് കിട്ടാത്തത്. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. പിന്നെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചിലർ പറയും ഞാനൊരു മിണ്ടാത്ത ആളാന്ന് പറയട്ടാ. മിണ്ടാത്ത ആളാണ്, സംസാരിക്കാത്ത ആളാന്നൊക്കെ പറയും. പക്ഷെ ഞാൻ സംസാരിക്കുകയും ചെയ്യും ഒക്കെ. ഞാൻ അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ ഒന്നുണ്ട്, എന്നോട് മിണ്ടണവരോടെ ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ പോവാറുള്ളൂ എന്ന് മാത്രം. നമ്മളോടൊരു മുഖം തിരിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഉണ്ടാവില്ല. പിന്നെ ഓടിച്ചെന്നിട്ട് ഒരാളോട് മിണ്ടാനും സംസാരിക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ചിലർ കാണാൻ ഏത് ആൾക്കൂട്ടത്തിൽ ചെന്നാലും അവിടെ വലിയ ആളാവുന്ന ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ ചെന്ന് സംസാരിച്ചതൊക്കെ വലിയ ആളാവുന്ന അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല കേട്ടോ. എന്നാൽ ഞാൻ എല്ലാവരടുത്തും എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ മണിക്കൂറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ മറന്നു. ഞാൻ സംസാരിച്ച് അവിടെ തന്നെ ഇരിക്കണ ജോലി പോലും ഞാൻ മറന്നു പോകും. അവിടെ നിന്നിട്ട് ഇതേപോലെയുള്ള ഒരേ പഴയ കാലത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഓക്കെ, എന്നാലിട്ട് അവർക്കും കൂടി ഗുഡ് മോർണിംഗ്. സമയം അതിക്രമിച്ച്. ബായ്.